അച്ഛനെന്ന് പറയുന്ന ഒരുത്തനുണ്ട്, വെറുതെ ആശിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ അങ്ങനെ വിളിച്ച വയറ് നിറച്ച് കൊടുക്കണം. എന്താടോ ഈ കാണിക്കുന്നത്? അത് പിന്നെ ഇവിടെ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. അതാര് തെറ്റിച്ചാലും മുഖം നോക്കാതെ ഞാൻ അവരെ പുറത്താക്കും. അത് ഞാൻ അല്ലെങ്കിൽ തന്നെ ഇയാളെ ഇവനെയൊക്കെ ഇതിനകത്ത് കയറ്റാൻ പാടില്ലാത്തതാ. പിന്നെ ഇവിടെ വരുന്നവരാരെയും ഞാൻ നിരാശരാക്കി വിടാറില്ല. എന്നുവെച്ച് സ്വന്തം വീട്ടിൽ കാണിക്കുന്ന സ്വഭാവം ഇവിടെ കാണിക്കരുത്. അത് പിന്നെ അറിയാതെ കൈയൊന്നും. അറിയാതൊന്നുമല്ല, ഞാൻ ഇവനുമായിട്ട് ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായി കാണും. ആ ദേഷ്യം അതാണിപ്പോ കാണിച്ചത്. ഞങ്ങൾ തമ്മിൽ വഴക്കൊന്നുമില്ല സാറേ. പിന്നെന്താ, ഇയാൾക്ക് വട്ടുണ്ടോ? അത് ഓ, പറഞ്ഞ പോലെ അതുണ്ടല്ലോ. അതിന് ചികിത്സയൊക്കെ കഴിഞ്ഞതാണല്ലോ. എന്താടോ, കണ്ണിന്റെ അച്ഛൻ വീണ്ടും തന്റെ ശരീരത്തിൽ കയറിയോ? എന്താണെന്ന് അറിയില്ല സാറേ, പെട്ടെന്ന് ഉള്ളിലേക്ക് ഒരു ദേഷ്യം അരച്ചു കയറി. അതാരോടുള്ള ദേഷ്യമാണെന്നൊക്കെ എനിക്കറിയാം. മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കടോ ഇനിയെങ്കിലും. തന്റെ ഇവന്റെയൊക്കെ മനസ്സിനകത്ത് കൂടിയിരിക്കുന്ന ദുർഭൂതത്തെ പുറത്തുവിടാൻ നോക്കടോ. ഇപ്പൊ ഒരാളുടെ സഹായത്തോടെ നടക്കാൻ പറ്റുന്നുണ്ടോ? ചെറുതായിട്ട്, എന്നാലും നടക്കുമ്പോൾ നല്ല വേദനയുണ്ട്. കുഴപ്പമില്ല, നാളെ രാവിലെ മുതൽ പയ്യെ നടന്നു തുടങ്ങണം. അപ്പുറത്ത് കിടക്കുന്ന തന്റെ ബന്ധുവിനും ഇപ്പോൾ നല്ല മാറ്റമുണ്ട്. പിന്നെ ഒരു കാര്യം, ജീവിതത്തിലേക്ക് രണ്ടാളും തിരിച്ചു വന്നതിന് ശേഷം നിരപരാധികളെ തല്ലാനും കൊല്ലാനും നടക്കരുത്. ശരി? എന്താ കരുണ വിളിച്ചു പറഞ്ഞത്? കണ്ണനും ലക്ഷ്മിയും കൂടി അവരുടെ കുഞ്ഞിനെയും കൂട്ടി കമലേശ്വരത്ത് എത്തിന്ന്. അതിലെനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. ഇയാൾ ഇടപെട്ട കേസല്ലേ, അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കത്തുള്ളൂ. ഇനി നീ എന്തെങ്കിലും പറഞ്ഞാലേ പരസഹായമില്ലാതെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാ നീ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിന്റെ മറ്റേ കാലം ഞാൻ തല്ലി ഓടിക്കും. നിന്നെ അടിച്ചു മടക്കി ഞാൻ ഏതെങ്കിലും മൂലയിലോട്ട് കൊണ്ടിടും. ആഹാ, അങ്ങനെയാണെങ്കിലേ ഞാൻ പറഞ്ഞു കൊടുക്കും കണ്ണനോട്. കുഞ്ഞിനെ നോക്കാൻ വന്ന സ്ത്രീയുടെ കയ്യില് വിഷപ്പൊടി കൊടുത്തുവിട്ട കാര്യം. ഓ, നീ അതും ചെയ്യോ, അതിനപ്പുറവും ചെയ്യും. അമ്മായി അച്ഛന് പിണ്ടം വെക്കാൻ വേണ്ടി ഉണ്ടായ മരുമകനാ നീ. തിരിച്ചു അങ്ങനെ തന്നെ. എന്നെ പറഞ്ഞാ ഞാനും പറയും. ഓള് കുറെ കിടന്ന് ചാടിയതാ, ഇനി അത് നടക്കത്തില്ല. എന്റെ അമ്മയുടെ ഇന്ന് എല്ലാം എഴുതി വാങ്ങിട്ട് അവന്റെ ഒരു സംസാരം കണ്ടില്ലേ? താനും ആ കിളവിയും കൂടെ വളർത്തി നശിപ്പിച്ചല്ലേ അവളെ. അതുകൊണ്ട് അവളെ സഹിക്കുന്നതന്നെ എനിക്കിതൊന്നും തന്നാ പോരാ. ഇട കല്യാണത്തിന് 150 പവൻ തന്നിട്ടാ നിനക്ക്. അതെല്ലാം കൂടെ അവള് ലോക്കറിൽ വെച്ചാൽ എന്റെ വിശപ്പടങ്ങോ? സ്വർണ്ണം വെച്ചാൽ അവൾക്ക് ഭ്രാന്ത. എന്നാ പിന്നെ ആ 150 പവനോടെ വാങ്ങിച്ചെടുത്തിട്ട് കൊണ്ടുപോയി വിൽക്കടാ. എന്നിട്ട് നിന്റെ അക്കൗണ്ടിൽ കൊണ്ടങ്ങിട്. ഇത്രയും കാലം ജോലി ചെയ്തും ചെയ്യാതെയും ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കിയതാണല്ലോ. എന്നിട്ട് ഇന്ന് വരെ എന്റെ മോക്ക് മനസ്സറിഞ്ഞൊരു മസാല ദോശ വാങ്ങി കൊടുത്തിട്ടുണ്ടാ? ഉണ്ടോ ഇല്ലെന്ന് അവളോട് ചോദിച്ചു നോക്ക്. ഓ, ചോദിക്കാനൊന്നുമില്ല. പ്രാഗിക്കൊണ്ടേ നീ അതൊക്കെ ചെയ്യാറുള്ളൂ എന്ന് മോള് പറയാറുണ്ട്. ഓ, പെട്രോളിന് വില കൂടിയതുകൊണ്ട് ഇനി പെട്രോൾ ടാങ്കിനകത്ത് പെട്രോളിനൊപ്പം മണ്ണെണ്ണ ഒഴിക്കാനും പഠിക്കത്തില്ല. അത്രയ്ക്ക് പിശുക്കനാ നീ, പിശുക്കൻ. അങ്ങനെ പിശുക്കുന്നോണ്ടേ 10 കാശ് കയ്യിലുണ്ട്. ഓ, ഇയാള് കേസൊക്കെ നടത്തി കഴിഞ്ഞാലേ പിന്നെ കാലണ ഇയാളുടെ കയ്യിൽ കാണത്തില്ല. അപ്പൊ പിന്നെ ജീവിക്കാൻ ഈ പിശിക്ക മുതലേ ഉണ്ടാകത്തുള്ളൂ. എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ. എന്നെ കൊണ്ട് പറയിപ്പിക്കണതാ. മിണ്ടായിരിക്കണം അവിടെ. താൻ പോടോ.
നീ കിടപ്പിലായിരുന്നെങ്കിൽ ആഹാരത്തിന് കുറവൊന്നുമില്ലായിരുന്നല്ലോ. വെയിറ്റ് ഒന്നും കുറഞ്ഞിട്ടില്ല. നിന്നെ ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കാനുള്ള ആവതൊന്നും എനിക്കിപ്പോ ഇല്ല. പിന്നെ നീ ഒന്ന് നടന്നു കാണാനുള്ള ആഗ്രഹം കൊണ്ടാ ഞാൻ ഈ സാഹസം കാണിക്കുന്നത്. ഇപ്പൊ പരസഹായത്തോടെ നടക്കാൻ പറ്റുന്നുണ്ടല്ലോ. കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞാൽ ആരുടെയും സഹായമില്ലാതെ നടക്കാനും പറ്റും. അതുപോലെ തന്നെ ഇപ്പോ മുക്കലും മൂളലും ഒക്കെ ഉണ്ടല്ലോ. ഇനി മരുന്നൊക്കെ ശരിയായി ചെല്ലുമ്പോ പയ്യെ സംസാരിച്ചും തുടങ്ങും. പക്ഷേ അങ്ങനെ പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വരുമ്പോ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയിൽ വേണം. കൈക്കും കാലിനും നാവിനുമൊക്കെ ചലനശേഷി കിട്ടുമ്പോ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിക്കാൻ നോക്കണം. അത്രേ ഉള്ളു സാറേ. എടോ, എനിക്ക് അങ്ങനെ ഒരു ഉറപ്പൊന്നും തരണ്ട. എനിക്കത് കേൾക്കുകയും വേണ്ട. ഇപ്പോ മാസാമാസം കണ്ണന്റെ കയ്യിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം നിലച്ചെന്നല്ലേ പറഞ്ഞത്? ഇനി ജീവിക്കാൻ മാർഗമില്ലെന്നും പറഞ്ഞല്ലോ. താനും തന്റെ മോനും കൂടി ചെയ്തു കൂട്ടിയ പ്രവൃത്തികൾക്ക് ദൈവം തന്ന ശിക്ഷയാടോ ഇത്? സമ്പത്തിന് വേണ്ടിയിട്ടാണല്ലോ കണ്ണന്റെ അച്ഛനെ വരെ കൊന്നത്. കണ്ണനെയും മഹാലക്ഷ്മിയെയും കൊല്ലാൻ നോക്കിയത്. എന്നിട്ട് സമ്പത്ത് കൈക്കലാക്കാൻ നിങ്ങൾക്കൊന്നും പറ്റിയതുമില്ല. അതൊരു പാഠമായി മനസ്സിൽ വേണമെന്നാ ഞാൻ പറഞ്ഞത്. അച്ഛനെ അനുകരിക്കാൻ നോക്കുന്ന മോനാണിവൻ. അതുകൊണ്ട് നിന്നോട് പറയാ, കണ്ണനെയും മഹാലക്ഷ്മിയെയും അവരുടെ കുഞ്ഞിനെയും വെറുതെ വിടണം. സ്നേഹിച്ചില്ലെങ്കിലും അവരെ നോവിക്കരുത്. അങ്ങനെ ചെയ്താൽ ദൈവത്തിന്റെ നോട്ടമുള്ള ആൾക്കാരവരൊക്കെ. അതുകൊണ്ട് കിട്ടേണ്ട സമയത്ത് തിരിച്ചടി കിട്ടിയിരിക്കും. അത് അച്ഛനും മോനും മനസ്സ് വെച്ചേക്കണം. ഒരിക്കലും ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ കഴിയില്ല എന്ന് കരുതിയ നിന്നെ അയാൾ ഈ പരുവത്തിലാക്കി എടുത്തില്ലേ? അതുകൊണ്ട് അയാൾ എന്തെങ്കിലും പറയുമ്പോ ഇതുപോലെ കേട്ടുകൊണ്ട് നിൽക്കുന്നതാണ് നല്ലത്. പിന്നെ കാലിന് സ്വാധീനമൊക്കെ വന്നു കഴിഞ്ഞാ നീ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞതാണല്ലോ. എവിടെയെങ്കിലും ജോലിക്ക് കയറണം. ഇതിനു മുമ്പായിരുന്നെങ്കിൽ ഞാൻ നല്ലൊരു വർക്ക്ഷോപ്പ് ഇട്ട് തരുമായിരുന്നു. ഇപ്പോ അതിന് പോലും കൈ കാശില്ലാതായി. ഇപ്പൊ വീട്ടിലോട്ട് ചെന്നാലോ ഒരുത്തി ഏതു നേരവും നിന്റെ പെങ്ങടെ കാര്യം പറഞ്ഞ് ശല്യം ചെയ്തോണ്ടിരിക്കുക. അല്ല, അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഒറ്റ മോളെ കണ്ണം കെട്ടിച്ചയക്കുമെന്ന് വലിയ വലിയ സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിക്കൊണ്ട് നടന്ന ആ അമ്മയും മോളും ഇപ്പോ അതെല്ലാം നിലച്ചില്ലേ. ഇനി അവളുടെ ഭാവി എന്തായി തീരുവോ എന്തോ. ഇതാരായിരിക്കുന്നേ? കൊച്ചു കണ്ണനാണോ അതോ അമ്മമ്മയുടെ കൊച്ചുണ്ണിക്കണ്ണനാണോ? അതോ അച്ഛന്റെ കണ്ണനാണോ? അച്ചുച്ചു, അത് അമ്മ തന്ന വളയമാലയ്ക്ക് അരഞ്ഞാണോ? അത് തന്നെ. സ്വർണത്തിനൊക്കെ ഇപ്പൊ ഭയങ്കര വിലയാ. അതുകൊണ്ട് അരഞ്ഞാണം മാത്രം മതി. കയ്യിലും കാലിലും ഒക്കെ കുഞ്ഞിന് കരിവള ഇടുന്നതാ നല്ലത്. പിന്നെ സ്വർണ്ണക്കടക്കാരന്റെ മോളല്ലേ, അപ്പോ മോള് വളരുന്നതനുസരിച്ച് ഇഷ്ടം പോലെ സ്വർണം മാറ്റി മാറ്റി ഇടാലോ. മോൾക്ക് എന്റെ ചായ ആണെങ്കിലും മിക്കവാറും സ്വഭാവം അമ്മയുടെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സ്വർണത്തോടൊന്നും വലിയ താല്പര്യം കാണില്ല. ആണോ നീലമോളെ? മോക്ക് സ്വർണ്ണമൊന്നും വേണ്ടേ? വേണ്ടേടാ. ഞങ്ങള് വന്നോണ്ടാണോ നീ ഉടനെ പോകുന്നത്? പോട്ടെ പോട്ടെ, ഇവളുടെ ഭർത്താവ് തോമസ് സാറിന്റെ അടുത്തല്ലേ. അപ്പൊ പിന്നെ ഇവളെന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ? അല്ലെങ്കിലും കുഞ്ഞിവിടെ ഉള്ളപ്പോ ഇവളിവിടെ ഇല്ലാതിരിക്കുന്നതാ നല്ലത്. ഓണം കഴിയുമ്പോ ഞങ്ങളെല്ലാരും എത്തുമല്ലോ.
അങ്ങനെ എത്തരുതേന്നായിരിക്കും ഇവള് ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നത്. അമ്മ കുറച്ചു നാൾ മുൻപ് വരെ ഇങ്ങനെയായിരുന്നോ? അന്നൊക്കെ അമ്മയ്ക്ക് ലക്ഷ്മിയെ കണ്ണെടുത്ത കണ്ടൂടായിരുന്നു. അങ്ങനെയുള്ള അമ്മ മാറിയില്ലേ, പിന്നെന്താ എനിക്ക് മാറിയാല്? അങ്ങനെ മാറിയാ കൊള്ളാം. പക്ഷെ നിന്നെ കൊണ്ട് അതിന് കഴിയൂന്ന ഞങ്ങളുടെയൊക്കെ സംശയം. കരുണേ, ഓണം വന്ന് കയറി കഴിഞ്ഞു. എല്ലാ വീടിന്റെ മുമ്പിലും ഇനി പത്തപ്പൂക്കളം കാണാം. ഈ ഓണത്തിന് ഞങ്ങൾ എന്തായാലും അനന്തുവിന്റെ വീട്ടിലായിരിക്കും. പക്ഷെ ഓണം കഴിഞ്ഞ് വരുമ്പോഴെങ്കിലും ഈ വീടിനകത്തുള്ള ഒരു ഒത്തൊരുമയോടെ പോകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിനക്ക് ജനിക്കുന്ന കുഞ്ഞിനെ ഞങ്ങളുടെ കുഞ്ഞിന്റെ കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആയിട്ട് വേണം വളർത്താൻ, അല്ലാതെ ശത്രുക്കളായിട്ട് വളർത്തരുത്. ഇതൊക്കെ ആരോടെ കണ്ണായി പറയുന്നേ? പറയേണ്ടത് പറയണമല്ലോ അമ്മേ. ഇവളുടെ അച്ഛനാ എന്റെ അച്ഛനെ കൊന്നത്. എന്നിട്ട് ഇവളോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ നല്ല മനസ്സ് കാണാൻ ഇവൾക്ക് കഴിയണം. ഓർമ്മയായ നാളു മുതൽ സമ്പത്ത് മാത്രം സ്വപ്നം കണ്ട് വളർന്ന ഉണ്ണിയെ ഇവള് പറഞ്ഞു തിരുത്തണം. അവനെ ഒരു മനുഷ്യനാക്കണം. അതിന് കഴിയാതെ വന്നാൽ നിന്റെ അവന്റെയും നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെയും ജീവിതം മുരടിച്ചു പോകത്തേ ഉള്ളൂ. എല്ലാം നഷ്ടപ്പെട്ടിട്ടും അതൊക്കെ ഇരട്ടിയായിട്ട് തിരിച്ചു പിടിച്ച ആളാ ഞാൻ. അങ്ങനെയുള്ള ഞാൻ അനുഭവത്തിലൂടെയാ നിന്നോട് സംസാരിക്കുന്നത്, നിനക്ക് ഉപദേശങ്ങളൊക്കെ തരുന്നത്. ഉണ്ണിക്ക് കൂട്ടായിട്ട് നിന്റെ അച്ഛനില്ലേ അവിടെ? ഉണ്ട്. ആ അച്ഛനെയും പറഞ്ഞ് തിരുത്താൻ നോക്ക്. അച്ഛനെനി കോടതിയിൽ കേസ് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ജയിലിലേക്ക് പോകേണ്ടി വരുമോ? എന്റെ കുട്ടികളുടെ അച്ഛനെ കൊന്നവന്മാരെ പിന്നെ ജയിലിലേക്ക് വിടേണ്ടതാണോ നീ പറയുന്നത്? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. അച്ഛൻ അങ്ങനൊരു പേടിയുണ്ടെന്നാ പറഞ്ഞത്. നിന്റെ അച്ഛൻ മാത്രമല്ലല്ലോ, മറ്റവനോടില്ലേ ആ വാമദേവൻ. അവന്റെ അസുരനായ മോനും ഉണ്ട്. നിന്നോട് ഞാൻ ക്ഷമിച്ചെന്ന് കരുതി നിന്റെ അച്ഛനോടും വാമദേവനോടും സന്ധി ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. ഇന്ത്യൻ ശിക്ഷാ നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ 2 ഞാൻ വാങ്ങിച്ചു കൊടുത്തിരിക്കും. വൃശ്ചിക മാസത്തിലെ എന്റെ പിറന്നാൾ ദിവസം ആ മഴയുള്ള രാത്രി ഈ ജന്മം എനിക്ക് മറക്കാൻ പറ്റില്ല. എന്റെ കൺമുമ്പിൽ കിടന്ന് പെടഞ്ഞു തീർന്ന എന്റെ അച്ഛൻ എന്റെ മനസ്സിൽ നിന്ന് മായാത്തിടത്തോളം കാലം പ്രതാപനും വാമദേവനും ഞാൻ മാപ്പ് കൊടുക്കില്ല. അതവരോട് പറഞ്ഞേക്ക്. ശരി, ഞാൻ പോയിട്ട് വരാം. കരുണേ, നീ ഒന്ന് നിന്നേ. നിനക്കിപ്പോ എന്തേലും മനംപുരട്ടലോ വയറുവേദനയോ അങ്ങനെ എന്തേലും തോന്നാറുണ്ടോ? ഉണ്ണി കാലൊടിഞ്ഞു കിടക്കുന്നതുകൊണ്ട് നീ കൃത്യസമയത്ത് ചെക്കപ്പിനൊക്കെ പോകുന്നുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. പോകേണ്ട സമയമാകുമ്പോ ഞാൻ മുത്തശ്ശിയും വിളിച്ചോണ്ട് പോകുന്നുണ്ട് ലക്ഷ്മി. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കൂടുതൽ സ്നേഹിക്കണ്ട മോളെ. അങ്ങനെ സ്നേഹിച്ച അത് മുതലാക്കി നിനക്ക് ദോഷം വരുന്ന പ്രവർത്തികളെ അവള് ചെയ്യത്തുള്ളൂ. വാവേ, ഇത്ര വേഗം ഉറങ്ങിയല്ലോ. അമ്മൂമ്മയുടെ മോള് ഉറങ്ങുവാണോ? എന്റെ പൊന്നു മോളൂ, ഉറങ്ങിയോടാ? അമ്മൂമ്മ കിടത്തട്ടെ. അവൾ ഈ വീട്ടിലെ മരുമകളാണെന്ന പരിഗണന ഞാൻ അവൾക്ക് കൊടുത്തു. പക്ഷെ അവളുടെ അച്ഛനെയും വാമദേവനെയും ഞാൻ വെറുതെ വിടില്ല. എഴുന്നേറ്റോ? രാവിലെ എഴുന്നേറ്റപ്പോ കണ്ട കാഴ്ച നിന്റെ മോന്തയാ. അപ്പൊ പിന്നെ ഇന്ന് നല്ല വാർത്തയൊന്നും കേൾക്കത്തില്ലല്ലോ.
തിരിച്ചും അങ്ങനെ തന്നെ. തിരിച്ചു അങ്ങനെ തന്നെ ആണെന്നുണ്ടെങ്കിലേ നീ വീട്ടിൽ നിന്ന് ഒരു കണ്ണാടി കൊണ്ട് വരാത്തെന്തായിരുന്നു? നിന്റെ മോന്ത തന്നെ നിനക്ക് കാണാമായിരുന്നല്ലോ. നിങ്ങൾക്കും അവന് പറ്റുമായിരുന്നല്ലോ. അച്ഛൻ ഓരോരുത്തർക്കും വെറുതെ കൊണ്ടേ പൈസ കൊടുക്കും. അതുകൊണ്ട് അവരൊക്കെ നന്നായി ജീവിക്കുന്നുണ്ട്. ബാക്കിയുള്ളവര് കാത്തിരിക്കുന്നത് മാത്രം മിച്ചം. അങ്ങോട്ട് പോയി നോക്ക്. അവിടെ ലക്ഷ്മിയുടെ കുഞ്ഞു വന്നതോടെ എല്ലാം മറന്ന് കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഉണ്ണിയേട്ടന്റെ അമ്മയെ കാണാം. അതൊന്നും കാണാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ടാ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്. ഏതാണ്ടൊക്കെ മലമറിക്കുമെന്ന് നിനക്ക് വാക്കുന്നത് നിന്റെ അച്ഛനല്ലേ? അച്ഛനും കണക്കാ, ഭർത്താവും കണക്കാ. മോളെ, നമ്മൾ വിശ്വസിക്കുന്നവരൊക്കെ നമ്മളെ പറഞ്ഞ് പറ്റിക്കാ മോളെ. ആ ജാനം എന്ന സ്ത്രീ കൊച്ചിനെ പൊടിയൊന്നും കലർത്തി കൊടുത്തു കാണില്ല. അതുറപ്പാ. അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാനെ. പിന്നെ കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോയി എന്തിനാ മോളെ? എന്തിനാണെന്നൊക്കെ അച്ഛൻ അങ്ങോട്ട് പോയി ചോദിക്കേ. എനിക്കാണെങ്കിൽ എന്റെ സമനില തെറ്റി നിൽക്കുക. ഇത്തവണത്തെ ഓണമായിരിക്കും എന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം ഓണം. അങ്ങനെ പറയല്ലേ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം മോളെ. കരുണേ, നിന്റെ അച്ഛൻ പറയുന്നതായിട്ട് നീ ഒരുപാടങ്ങ് സ്വപ്നം കാണല്ലേ? എന്നോട് വഴക്കിടാനല്ലാതെ ഇയാളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. നിർത്ത് ഒന്നടങ്ങ്. എന്റെ മോക്ക് വേണ്ടി മാത്രമല്ല, നിനക്ക് ചിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ പൈസ വാരി എറിയുന്നേ. ഓ, എന്നിട്ട് അവന്റെ ഒടുക്കലത്തെ ഒരു കളിയാക്കല്. ലേഖിച്ചാണല്ലോ. എടുക്ക്. ഹലോ ലേഖിച്ചി. ആ മഞ്ജു, കണ്ണേട്ടനും മഹിയും കൂടി കുഞ്ഞിനെയും കൊണ്ട് നിന്റെ വീട്ടിലേക്ക് പോയിരിക്കുക. ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും അവര് കേട്ടില്ല. ഏട്ടന് വീട്ടിലേക്ക് ഇത് എന്തിന്റെ കേടാ? ഓണം കഴിഞ്ഞു പോലും അങ്ങോട്ട് കൊണ്ടുപോണ്ടെന്നാ ഞാൻ പറഞ്ഞത്. നമുക്ക് പറയാനും ഇവിടെ ഇരുന്ന് അവരെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാനും അല്ലേ പറ്റത്തുള്ളൂ മഞ്ജു. അല്ലാതെ ഒന്നും തറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ. ലേഖിച്ചയുടെ വിഷമം എനിക്ക് മനസ്സിലായി. ഞാനേ ഒന്ന് വീട് വരെ പോയിട്ട് അങ്ങോട്ട് പോവാം. എന്റെ തറവാട് വീടാണെങ്കിലും അവിടെ കേട്ടനും ഏട്ടത്തെയും കുഞ്ഞുമായിട്ട് പോയിന്ന് അറിഞ്ഞതുകൊണ്ട് എനിക്കിനി മനസ്സമാധാനം കിട്ടില്ല. ശരി മഞ്ജു. പറഞ്ഞത് കേട്ടില്ലേ? എന്ത്? ഏട്ടനും ഏട്ടത്തെയും കുഞ്ഞിനെയും കൊണ്ട് എന്റെ വീട്ടിലേക്ക് പോയെന്ന്. എല്ലാ ഭീകരന്മാരും ഇപ്പോ തോമസ് സാറിന്റെ അടുത്തുണ്ട്. നിന്റെ ആങ്ങളെയും കരുണയും ഉൾപ്പെടെ എല്ലാവരും. അവരെല്ലാം കൂടി ഇനി എന്തൊക്കെ ഗൂഢാലോചന നടത്തുമെന്ന് ആർക്കറിയാം? എത്ര പറഞ്ഞാലും കണ്ണേട്ടനും ഏട്ടത്തെയും കേൾക്കില്ല സാഗരേട്ടാ. ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ ഏട്ടനും ഏട്ടത്തെയും കുഞ്ഞിനെയും കൊണ്ട് നിന്റെ വീട്ടിലേക്ക് പോകും. ഓണം വന്നിങ്ങ് കയറിയില്ലേ? അത് കഴിഞ്ഞാ സ്ഥിരമായിട്ട് കുഞ്ഞു പിന്നെ നിന്റെ വീട്ടിലായിരിക്കും താമസിക്കാൻ പോകുന്നത്. ആ നേരത്തിനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടറിയാം. ഓണം കഴിഞ്ഞിട്ടേ നമുക്കും കൂടി അവിടെ പോയിന്ന് താമസിച്ചാലോ? നിന്നെ ഒറ്റയ്ക്ക് വിടാൻ എന്നെ കൊണ്ട് പറ്റില്ല മഞ്ജു. അതിനുള്ള ധൈര്യവും എനിക്കില്ല. പ്രത്യേകിച്ച് നീ ഒരു അമ്മയാവാൻ തയ്യാറെടുക്കുന്ന ഈ സാഹചര്യത്തിൽ. അതുകൊണ്ടാ പറഞ്ഞത് നമുക്ക് പോയി താമസിക്കാന്ന്. നമുക്കൊന്നിച്ച്. അത് നമ്മളെക്കാൾ ഗുണം കിട്ടുന്നതേ ഏട്ടനും ഏട്ടത്തിക്കും നീലമോൾക്കും ആയിരിക്കും. നീ എന്ത് പറഞ്ഞാലും അത് ഞാൻ അനുസരിക്കാം. പക്ഷേ ഒരു കാര്യം ചെയ്യുമ്പോൾ 10 വട്ടം ആലോചിക്കണം. തോമസ് സാറിന്റെ വീട്ടിലുള്ളവരിൽ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് അവനെയാണ്, ആ മേഘനാഥനെ. അവനിപ്പോ ചെറുതായിട്ട് നടന്നു തുടങ്ങിയിട്ടുണ്ട്. അവൻ സാധാരണ നിലയിലേക്ക് തിരിച്ചു വന്നാ പിന്നെ അറിയാലോ, ശരിക്കും ഒരു കരിമൂർഖൻ തന്നെയാവൻ. ജീവിതത്തില് എല്ലാം നഷ്ടപ്പെട്ടവനാ മേഘൻ. സ്വന്തം മുറപ്പെണ്ണായ നിന്നെപ്പോലും. അതൊക്കെ അവന്റെ മനസ്സിൽ കിടന്ന് കത്തുമായിരിക്കും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ മഞ്ജു. കൊറേ അഭ്യാസങ്ങളൊക്കെ കാണിച്ചല്ലോ സാഗരേട്ടാ. എന്നിട്ട് എന്തായി? അച്ഛനും മോനും പ്രതാപനും അങ്ങേരുടെ മരുമോനും എല്ലാരും ഇപ്പൊ ഒന്നിച്ച് തോമസ് സാറിന്റെ സഹായം തേടി എത്തിയില്ലേ?
കണ്ണേടന്റെ അനിയനും എന്റെ ആങ്ങളെയാണ് ഉണ്ണി. ആ ഒരു പരിഗണനയാ അവന് മാർക്കോ കൊടുത്തത്. എന്നാ മേഘന്റെ കാര്യത്തിലേ അതുണ്ടാവില്ല. അവനിനി പഴയപടി തിരിച്ചു വന്നിട്ട് നമുക്കെതിരെ തിരിഞ്ഞ പിന്നെ എന്തുണ്ടാവും അറിയാലോ. അത് മാർക്കോ സാഗരനോട് പറഞ്ഞു കാണുമല്ലോ. ജീവനോടെ കത്തിക്കൂന്നാ മാർക്കോ പറഞ്ഞത്. അതൊരു വെറും വാക്കല്ല സാഗരേട്ടാ. കത്തിക്കൂന്ന് പറഞ്ഞ മാർക്കോ കത്തിച്ചിരിക്കും. അതിനുള്ള വഴി ഉണ്ടാക്കാതിരുന്ന അവന് കൊള്ളാം. നീ വാ. നീ എന്തായാലും ആള് കൊള്ളാലേക്കെ. മനഃപൂർവ്വം മഞ്ജു വീട്ടിൽ പോയി വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ നീ മഞ്ജുവിനോട് കണ്ണൻ മഹിയും കുഞ്ഞിനും കൊണ്ട് കണ്ണന്റെ വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞത്? ഇടി, ആ കുഞ്ഞ് അവന്റെ വീട്ടിലാണ് ജീവിക്കേണ്ടത്, അല്ലാണ്ട് ഇവിടെ അല്ല. കുഞ്ഞു പോയതില് അനന്തേട്ടന് വിഷമമില്ലേ? ലേഖേ, എനിക്കും വിഷമമുണ്ട്. എങ്കിലും നമ്മൾ സാഹചര്യം മനസ്സിലാക്കണ്ടേ?